പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അനി പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. ഈ വരുന്ന കാഴ്ച നമ്മുടെ CIക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. നന്ദുവിൻ്റെ ക്യാബിനിലോട്ടാണ് നമ്മുടെ അനി കയറി പോകുന്നത്. അത് CI നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ അനി ചോദിക്കുന്നുണ്ട്, അല്ല പുതിയ CI ചാർജ് എടുത്തോ എന്ന് കേട്ടു, എങ്ങനെയാ ആള്, നിന്റെ ശല്യം ചെയ്യാൻ എങ്ങനെ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് ശരി, നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലേ, എന്നെ ശല്യം ചെയ്യാൻ വരുന്നവരുടെ കാല് തല്ലി ഓടിക്കും എന്നുള്ളത് നിനക്കറിയില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് CI അല്ലേ, അപ്പം നീ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ അനുസരിച്ചേ പറ്റുകയുള്ളൂല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് പിന്നെ ഇതിനേക്കാളും വലിയൊരു ട്രെയിനറെ ഞാൻ ഒതുക്കിയ കഥയൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിനും വലുതാണോ ഈ CI? ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് 8ൻ്റെ പണി കൊടുക്കാൻ എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ പറയുകയാണ് നന്ദു. അപ്പോൾ ഇത് കണ്ടിട്ട് അനി ചിരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിനകത്താവുമ്പം അയാൾ ചിലപ്പം ഒരു കോഴിക്കളി കളിച്ചാലോ, ആ ഒരു പേടി എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ CI കോഴിക്കളി കളിച്ചാലും നിനക്കെന്താ പ്രശ്നം, അയാളൊരു CI അല്ലേ, അയാളെ കെട്ടി ഞാനങ്ങ് സുഖമായിട്ട് ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, ദേ ഒരുമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം അറിയാലോ, പിന്നെ എന്നെ വിളിച്ചാലോ എന്നെ കിട്ടില്ല, എന്നെ കാണാനോ കിട്ടില്ല, ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദുവിന് ടെൻഷൻ ആവേണ്ട, ഓ ഇനിയിപ്പോൾ അത് കാരണം നീ എങ്ങോട്ടും പോകാനൊന്നും നിൽക്കണ്ട, ഒരു ആളുടെയും മൈനക്കളി എൻ്റെ അടുത്ത് ഏൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അനാമിക ഉപേക്ഷിക്കാൻ പോവുകയാണ്, അത് കഴിഞ്ഞാൽ നീ ആയിരിക്കും എൻ്റെ ജീവിതത്തിലുള്ള പെണ്ണ്, മറ്റൊരു പെൺകുട്ടിക്കും എൻ്റെ ജീവിതത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കില്ല, നിന്നെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് നീ മാത്രമേ ഇനി എൻ്റെ സ്വപ്നത്തിലുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അനി പുറത്തോട്ട് വരുന്ന ഇത് നോക്കിയിട്ടാണ് നമ്മുടെ CI അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ CI ചോദിക്കുന്നുണ്ട്, നീ ഏതാ, നീ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്, ഇത് നിൻ്റെ തറവാട് വീടാണോ, നീ എന്താ ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാനായിട്ട് വന്നതാണോ? ഒരു പെൺകുട്ടിയെയും ശല്യം ചെയ്യുന്നത് ഞാൻ പൊറുക്കില്ല, ഒരുപാട് ചെക്കന്മാരെ ഞാൻ അടിച്ചൊതുക്കിയിട്ടുണ്ട്, അതിനുകൊണ്ട് എനിക്ക് കൈക്ക് പണി ഉണ്ടാക്കരുത്, മേലാൽ ഇങ്ങോട്ട് കയറി വന്നേക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, ഞാൻ കാണാൻ വന്നിരിക്കുന്നത് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ അനിയത്തിയെയാണ്, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും ബന്ധമാണ്, നമ്മൾ കുടുംബമാണ്, ആ ഒരു രീതിക്കാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ CI പറയുന്നുണ്ട്, ഇങ്ങനെ വന്ന് കയറാൻ ഇതെന്താ തറവാട് വീടാണോ, പോലീസ് സ്റ്റേഷനല്ലേ, തോന്നുമ്പോൾ വരാനും പോവാനും ഉള്ളതാണോ ഈ സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട്. അങ്ങനെ പിന്നെ അനി തൽക്കാലം ഒന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഈ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനി നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാൾ ഒരുമാതിരി വർത്താനമൊക്കെ പറഞ്ഞ് വരുന്നുണ്ടല്ലോ, പെൺകുട്ടികളെ ശല്യം ചെയ്യാൻ അയാൾ എൻ്റെ കാല് പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, നീ കൊടുക്കണ്ട, അതിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെയാണ് CI വന്നിട്ട് നന്ദുവിനെ ചോദ്യം ചെയ്യുന്നത്, ഇതെന്താ വീട്ടിലുള്ളവരൊക്കെ കയറി പോവാനും വരാനും, ഇതെന്താ തറവാടാണോ നന്ദു, ഇതെന്താ ഇങ്ങനെയൊക്കെ, അവനിനി ഇവിടെ വരാൻ പാടില്ല, കുടുംബ ബന്ധമൊക്കെ പുറത്തുനിന്ന് അല്ലാതെ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടല്ല ബന്ധം പുലർത്തേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത്, സാറിനെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, പിന്നെ അവന് എന്നോടൊരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അവന് വന്നു പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംസാരം, നന്ദുവിൻ്റെ സംസാരം CIക്ക് വല്ലാതെ അങ്ങോട്ട് സങ്കടമാവുന്നുണ്ട്. കാരണം നന്ദുവിനെ ആഗ്രഹിച്ച് നന്ദുവിനെ സ്ഥലം മാറി പോകുന്ന സമയത്ത് നന്ദുവിനെയും കൂട്ടി പോകാനുള്ളൊരു പ്ലാനിലാണ് CI നിൽക്കുന്നത്. നന്ദുവിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ CIക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് CI നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ സാർ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അല്ല ഞാൻ ചിലതൊക്കെ ആലോചിക്കുകയായിരുന്നു, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അത് പിന്നെ എന്നൊക്കെ പറയുന്ന സമയത്ത്, പറഞ്ഞു വരാൻ നിൽക്കുന്ന സമയത്ത്, എന്താ സാർ എന്താ പറയാനുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല, എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, ഞാനിതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, നന്ദുവിനെ വിവാഹം ആലോചിച്ച് ഞാൻ വീട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇനി നിൻ്റെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാമെന്ന് കരുതി നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നന്ദു ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എടുത്തിട്ട പോലെ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല, അങ്ങനെ ഒരു സ്വപ്നം സാറിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചേക്ക്, അതൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ നടക്കാത്തത്, ആ പോയ പയ്യനെയും മനസ്സിലിട്ടുകൊണ്ടാണോ നീ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, സാർ ഇത് ഒരു ഓഫീസാണ്, ഇവിടെ കുടുംബകാര്യം സംസാരിക്കാനോ പേഴ്സണൽ കാര്യം സംസാരിക്കാനോ ഉള്ളതല്ല, ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് നന്ദു.
അപ്പോൾ നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാനൊരു കാര്യമല്ലേ പറഞ്ഞത്. ഒരു പയ്യനും ഒരു പെൺകുട്ടിയും ഒക്കെ ആവുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിൻ്റെ ഒക്കെ സംസാരിക്കുമല്ലോ. പിന്നെ ഇതിനെന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എൻ്റെ കാര്യത്തിൽ വേണ്ട. എനിക്ക് ഒരു പ്രണയം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാളെ മാത്രമായിരിക്കും കല്യാണം കഴിക്കുക. അതിന് വേറൊരു ആൾക്കും സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ തുറന്നടിച്ച് പറയുകയാണ് നന്ദു.